ഈ 1 കിലോ ഉപ്പ് തന്നെ എടുക്കുകയാണ്. അപ്പോൾ കുറേ ഉച്ചയ്ക്ക് നമ്മൾ അടിച്ചതാണ്. ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യാസം നമുക്ക് കാണാം. മരുന്നടിക്കാത്ത പുല്ലിപ്പുറത്തുണ്ട്, നല്ല പച്ചപ്പ് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസം മഴ പെയ്തതേ ഉള്ളൂ. നമ്മുടെ പറമ്പുകളിലൊക്കെ വളരെ കാട് പോലെ പുല്ല് വളർന്ന് വരാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും വീണ്ടും വീണ്ടും പുല്ല് വളരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഉണക്കിക്കളയാനുള്ള ഒരു ശാശ്വത പരിഹാരം വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിലെ 3 വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു വീഡിയോ ആണ് വളരെ സിമ്പിളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം പുല്ല് മാത്രമല്ല, ഈ പുല്ലിനോടനുബന്ധിച്ച് ധാരാളം കൊതുകുകളും പെരുകുന്നുണ്ട്. അപ്പോൾ കൊതുകുകളും നമ്മൾ ധാരാളമായിട്ട് ആ ശല്യം നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വളരെ ശാശ്വതമായ ഒരു നല്ലൊരു പരിഹാരം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ ഭൂമിക്ക് കേടുവരാത്ത രീതിയിൽ തന്നെ വളരെ നാച്ചുറലായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്താൽ നമ്മൾ തുടർന്ന് ഇടുന്ന വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കനും കൂടെ ഓൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം നമ്മളൊരു പാത്രത്തിലേക്ക് ഈ 1 കിലോ ഉപ്പ് തന്നെ എടുക്കുകയാണ്. അപ്പോൾ കുറേ സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ എടുക്കുകയാണ്. ശേഷം നമ്മൾ വിനാഗിരിയാണ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വിനാഗിരിയാണ്. അത് 1 ലിറ്റർ തന്നെ എടുക്കുകയാണ്. ഉപ്പിനകത്തേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. അപ്പോൾ 1 കിലോ ഉപ്പും 1 ലിറ്റർ വിനാഗിരിയും. പിന്നെ നമ്മൾ 1 മഗ് വെള്ളം, 1 ലിറ്റർ, ഏകദേശം 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ സോപ്പിൻ്റെ ലായനി, നമ്മൾ 3/4 ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ സോപ്പ് ലായനിയും വെള്ളവും കൂടെ കലർത്തിയത് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഇത് നന്നായിട്ട് ലയിപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഇളക്കി തരിയില്ലാതെ വേണം നമ്മുടെ സ്പ്രെയറിനകത്ത് ഒഴിക്കാൻ. നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം ഒരു സ്പ്രെയറാണ്, ഒരു 3 ലിറ്ററിൻ്റെ സ്പ്രെയറാണ് ഇത്. ഈ ലിറ്ററിൻ്റെ സ്പ്രെയറിനകത്തോട്ട് നമ്മൾ അരിച്ച് വേണം ഇതിനകത്ത് ഒഴിക്കാനായിട്ട്, തരിയൊന്നും വരാതിരിക്കാൻ വേണ്ടി. നമ്മുടെ വഴിയിലെല്ലാം മഴ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ പുല്ല് കിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം വഴിയിലെ പുല്ല് അടിച്ചിട്ട് ഇത് ഉണക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ വഴിയുടെ അവിടെ ശരിക്കും കല്ലായതുകൊണ്ട് തന്നെ നമുക്കിത് കിളച്ച് കളഞ്ഞാലും പോകത്തില്ല. നല്ല രീതി മമ്മട്ടി കൊണ്ട് വെട്ടാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. അപ്പോൾ ഈ കല്ലുള്ളിടത്തൊക്കെ നമുക്ക് ശരിക്കും ഇങ്ങനെ ഉപയോഗിച്ചിട്ട് കരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ വീട്ടിൽ തറയോടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തറയോടിൻ്റെ ഇടയ്ക്കൂടൊക്കെ വരുന്ന പുല്ലുകളൊക്കെ നമുക്കിങ്ങനെ കരിക്കാൻ പറ്റും. എത്ര വലിയ പുല്ലുകളുണ്ടെങ്കിലും ഇതേപോലെ പറമ്പിൽ നമുക്ക് വളരെ എളുപ്പം കത്തിച്ച് കളയാനായിട്ട് നടക്കും. പിന്നെ എത്ര കാട് പിടിച്ച പുല്ലാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ തന്നെ ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ വഴിയിലടിച്ചതിന് ശേഷം നമ്മൾ റോഡിലാണ് വന്നിരിക്കുന്നത്. റോഡിൻ്റെ സൈഡിൽ 2 സൈഡിൽ നല്ല കാട് പിടിച്ച് പുല്ലുകൾ വളരാറുണ്ട്. പിന്നെ കുട്ടികളൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയമാണല്ലോ, മഴ ഉള്ളതുകൊണ്ട് വീണ്ടും ഇത് ആർത്ത് കളിക്കും. അപ്പോൾ റോഡ് സൈഡുകളിലൊക്കെ നമുക്ക് പുല്ലുണക്കാനായിട്ട് വളരെ എളുപ്പം ഇത് സാധിക്കുന്നത്. അപ്പം നമ്മുടെ റോഡിൽ വന്നിട്ട് ഇവിടെ എടുത്ത കാട് നമ്മൾ ഉണക്കുന്നതായിട്ട് കാണിക്കാം. ഈ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഉണക്കിയാലും ജോലിക്കാരെ നിർത്തി നമ്മൾ വൃത്തിയാക്കിയാലും വീണ്ടും കിളിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പം നമുക്ക് ഈ രീതിയിൽ നമുക്ക് പുല്ലുണക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ സൗകര്യാർത്ഥം നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് പുല്ല് അനായാസനം ചെയ്യാനായിട്ട് സാധിക്കും. വീട്ടിലെ 3 ഐറ്റം മാത്രം മതിയാവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പുല്ലും കാടും ഒക്കെ വൃത്തിയാക്കാൻ ജോലിക്കാരെ കിട്ടാനില്ലാത്ത ഒരവസ്ഥ നമുക്കറിയാം.
ഇപ്പോൾ പല ജോലിക്കും നമ്മൾ ആശ്രയിക്കുന്നത് ബംഗാളികളെയാണ്. ബംഗാളികളൊക്കെ ഇലക്ഷൻ സംബന്ധിച്ച് അവരുടെ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്, അവരാരും തിരിച്ചെത്തിയിട്ടുമില്ല. അപ്പോൾ 1200, 1000 ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളെ പറമ്പ് വൃത്തിയാക്കുന്നത്. എന്നാൽ ഒരു ദിവസം കൊണ്ടൊന്നും ഇത് വൃത്തിയാക്കി തീരത്തുമില്ല. അപ്പോൾ എത്ര വലിയ കാടായാലും വളരെ എളുപ്പം നമുക്കിങ്ങനെ വൃത്തിയാക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ പരമാവധി എല്ലാവരും ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് നൽകണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. ഇത് നമ്മുടെ ഒരു പഞ്ചായത്തിൻ്റെ റോഡാണ്, പബ്ലിക് റോഡിലാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത്. കാരണം പലയിടത്തും റോഡ് അരികളിലൊക്കെ വലിയ കാട് പിടിച്ച് കിടപ്പുണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് വൃത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ്. വലിയ ജോലിഭാരം ഇല്ലാതെ തന്നെ വൃത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മളിത് സ്പ്രേ ചെയ്യുന്നുള്ളൂ. കാരണം വ്യത്യാസം കാണിക്കാനായിട്ട് ബാക്കി ഇടുന്നുണ്ട്. നമ്മൾ ഉണങ്ങുന്നത് ഉണങ്ങാത്തതായിട്ട് വ്യത്യാസം കാണിക്കാനായിട്ട് നമ്മൾ ഒരു പോർഷൻ മാത്രം ഇപ്പം സ്പ്രേ ചെയ്യണം. നല്ല കട്ടിയുള്ള ഇലകളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാം. പുല്ല് ഉണങ്ങിപ്പോകുന്നതിനോടൊപ്പം നമ്മുടെ പറമ്പിലെ കൊതുകുകൾ എല്ലാം നശിച്ചു പോകുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം പുല്ലുണക്കുന്നതിന് മാത്രമല്ല, കൊതുകടിയിൽ നിന്നും രക്ഷ നേടാനും ഈ ഒരു പ്രയോഗം വളരെ നല്ലതാണ്. നമ്മൾ നോക്കിക്കേ, വ്യത്യാസം കണ്ടോ? ഇന്നലെ അടിച്ചത് ഇന്ന് പരമാവധി അത് ഉണങ്ങിപ്പോയിരിക്കുന്നു. നല്ല കട്ടിയുള്ള ഇലകളൊക്കെ നന്നായിട്ട് കരിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം മാത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മഴയുള്ള ദിവസമല്ല നമ്മളിത് ചെയ്യേണ്ടത്, നല്ല വെയിലുള്ള ദിവസം തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ല ഗുണപ്രദമാവുകയുള്ളൂ. നമ്മൾ ഇന്നലെ ഇത് മരുന്നടിച്ചതിന് ശേഷം വൈകുന്നേരങ്ങളിൽ നല്ല മഴയുണ്ടായിരുന്നു. അതിനുശേഷവും നല്ല രീതിയിൽ ഇത് കരിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് വളരെയേറെ പ്രത്യേകത. അപ്പം നല്ല മഴയില്ലാത്ത ദിവസം ചെയ്യുകയാണെങ്കിൽ വളരെയേറെ ഗുണം കിട്ടും. കണ്ട് നോക്കിയാൽ ആ ഒരു പോഷൻ മാത്രമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇന്നലെ അടിച്ചതിന് ശേഷം അത് മരുന്നടിക്കാത്ത ഭാഗം നമുക്ക് അപ്പുറത്ത് കാണാനും സാധിക്കും. അപ്പം നല്ല കട്ടിയുള്ള ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്തിരുന്നു. ആ ഒരു ഇലയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അത് നല്ലപോലെ കരിഞ്ഞിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ അതേ സെയിം ഇലയുണ്ട്, അതിൽ നമ്മൾ മരുന്നടിച്ചിട്ടില്ല. അതാണ് പച്ചിച്ച് കാണുന്നത്. അപ്പോൾ ഈ ഒരു മരുന്നിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഇന്നലെ അടിച്ചിട്ട് ഇന്ന് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ വഴിയുടെ ഭാഗമാണ്. വഴിയിലൊക്കെ നല്ല പച്ചപ്പായിരുന്നു ഇന്നലെ നമ്മൾ കണ്ട. ഇന്ന് നോക്കി നന്നായിട്ട് പുല്ല് കരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ദിവസം പിന്നിട്ടപ്പോഴുള്ളൊരു കാഴ്ചയാണ്. ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ പൂർണ്ണമായിട്ടും ഇത് കരിഞ്ഞ് ഉണങ്ങി പോകുന്നതാണ്. അപ്പോൾ പുല്ല് ഒഴിവാക്കാനായിട്ട് വളരെ നല്ലൊരു ടിപ്സാണ്. പുല്ലും കാടും ഒക്കെ നമുക്കിങ്ങനെ ഉണക്കാനായിട്ട് സാധിക്കും. അതേപോലെയുള്ള കൊതുകിനും ഒരു ശാശ്വത പരിഹാരമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക.